അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വറക്കയുടെ പ്രവചനം. അനന്തരം ഖദീജ നബിയെ പിതൃവ്യപുത്രനായ വറഖത്ത് ബിൻ നൗഫലിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഹിറാ ഗുഹയിലുണ്ടായിരുന്ന സംഭവം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് വിവരിച്ചു. വൃദ്ധനായ വറക്കയും തൗറാത്തും ഇഞ്ചീലും പഠിച്ച ക്രിസ്തുമത പണ്ഡിതനായിരുന്നു. നബിക്കുണ്ടായിരുന്ന അസാധാരണ അനുഭവം കേട്ടപ്പോൾ വറക്ക പറഞ്ഞു, മൂസാക്ക് ദൈവിക സന്ദേശം കൊണ്ടുവന്ന മലക്ക് തന്നെയാണ് മുഹമ്മദിനും പ്രത്യക്ഷപ്പെട്ടത്. മുഹമ്മദ് താങ്കളീ സമുദായത്തിൻ്റെ പ്രവാചകനാണ്. താങ്കളുടെ സമുദായം താങ്കളെ നാട്ടിൽ നിന്ന് പുറത്താക്കുന്ന കാലം വരും. അള്ളാഹുവിൻ്റെ സന്ദേശവുമായി വന്ന എല്ലാ പ്രവാചകരെയും സ്വസമുദായക്കാർ ഉപദ്രവിക്കുകയും നാട്ടിൽ നിന്ന് ബഹിഷ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് ഞാൻ ജീവിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് ഞാൻ താങ്കളെ സഹായിക്കും. വറക്കയുടെ ഈ പ്രവചനം കേട്ട ഖദീജ ഒട്ടും പതറിയില്ല. തങ്ങളുടെ ദാമ്പത്യ ജീവിതം പുതിയ വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണെന്നും നാനാവിധ അഗ്നിപരീക്ഷണങ്ങൾ തങ്ങൾക്ക് തരണം ചെയ്യേണ്ടി വരുമെന്നും ഖദീജയ്ക്ക് ബോധ്യമായി. പക്ഷേ ഖദീജ ഭീരുവായിരുന്നില്ല. അള്ളാഹുവിനും പ്രവാചകനും വേണ്ടി എന്ത് ത്യാഗങ്ങൾ സഹിക്കാനും അവർ സന്നദ്ധയായി. ഇസ്ലാമിലെ പ്രഥമ വനിത. മാനവലോകത്തിന് അള്ളാഹു പ്രദാനം ചെയ്ത ഏറ്റവും വലിയ അനുഗ്രഹമാണ് ഇസ്ലാം. ഈ സമുദായത്തിൽ മറ്റാരിലും മുമ്പ് ആ അനുഗ്രഹത്തിന് പാത്രമായത് ഖദീജയായിരുന്നു. ഇസ്ലാമിലും റസൂലിലും വിശ്വസിക്കാനുള്ള ഭാഗ്യം ആദ്യമായി അവർക്ക് സിദ്ധിച്ചു. റസൂൽ കരീമിനെ കഴിച്ചാൽ അന്ന് ഈ ഭൂമുഖത്ത് ഒന്നാമത്തെ മുസ്ലിം ഖദീജയായിരുന്നു. ഇസ്ലാമിൻ്റെ ആദ്യകാലം നാടാകെ നബിക്കെതിരെ ക്ഷോഭിച്ചിളകിയിരുന്നു. എല്ലാവരും ശത്രുക്കൾ. നബിയെ വധിക്കാൻ പോലും ഗൂഢാലോചനകൾ. നബിക്ക് ഏതു നിമിഷവും എന്തും സംഭവിക്കാം. ഇത്തരം പ്രതിസന്ധികളിൽ സാധാരണ സ്ത്രീകളുടെ മനോവികാരം എന്തായിരിക്കുമെന്ന് ഊഹിക്കാവുന്നതേയുള്ളൂ. ആപത്ഘട്ടങ്ങളിൽ ഭർത്താക്കന്മാരെ വഞ്ചിക്കുകയും ശത്രുപക്ഷത്ത് ചേരുകയും ചെയ്ത കുടില മനസ്കകളുണ്ട്. നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരുടെ ചരിത്രം അതാണ്. നമുക്ക് കൊച്ചുകിടാങ്ങളുണ്ട്. എല്ലാം അബലകൾ. അവരുടെ ഭാവി ഇരുളിലാണ്ടു പോകും. നാട്ടുകാരെല്ലാം ശത്രുക്കളായാൽ ആരും നമ്മുടെ പെൺകിടാങ്ങളെ വിവാഹം ചെയ്യുകയില്ല. ഇങ്ങനെയൊന്നും ഖദീജ ആവലാതിപ്പെട്ടില്ല. അവർ ദൈവഭക്തയും പ്രവാചകഭക്തയും പതിഭക്തയുമായിരുന്നു. എല്ലാ ദുർഘടഘട്ടങ്ങളിലും അവർ നബിയോടൊപ്പം ഉറച്ചുനിന്നു. നബിക്ക് മനഃശാന്തിയും ആവേശവും പകർന്നുകൊടുത്തു. മൂവരിൽ ഒരാൾ. ഇസ്ലാമിൻ്റെ പ്രാരംഭദശയിൽ നബിയും പത്നി ഖദീജയും എത്ര നിസ്സഹായാവസ്ഥയിലായിരുന്നുവെന്ന് അഫീഫ് കിന്ദിയുടെ വിവരണത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാം. അദ്ദേഹം പറയുന്നു, ഞാൻ ജാഹിലിയ കാലത്ത് ഭാര്യയ്ക്ക് സുഗന്ധദ്രവ്യങ്ങളും വസ്ത്രങ്ങളും വാങ്ങാൻ മക്കയിൽ ചെന്നു. എൻ്റെ താമസം അബ്ബാസിൻ്റെ വീട്ടിലായിരുന്നു. ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ വീട്ടുമുറ്റത്തിരിക്കുകയായിരുന്നു. അവിടെ നിന്നാൽ കഅബ കാണാം. എൻ്റെ അടുത്ത് അബ്ബാസും ഇരിപ്പുണ്ട്. പെട്ടെന്ന് ഒരു യുവാവ് കഅബയുടെ അടുക്കൽ പ്രത്യക്ഷപ്പെട്ടു. അയാൾ ആകാശത്തേക്ക് നോക്കി. അനന്തരം കഅബയ്ക്ക് അഭിമുഖമായി നിന്നു. കുറച്ചു കഴിഞ്ഞ് ഒരു ബാലനും ആഗതനായി. അവൻ യുവാവിൻ്റെ വലതുഭാഗത്ത് നിന്നു. പിന്നാലെ ഒരു സ്ത്രീ വന്നു. സ്ത്രീ ഇവർക്കു പിന്നിലായി കഅബയുടെ നേരെ നിന്നു. സ്ത്രീയും ബാലനും യുവാവോടൊപ്പം ചില ഗോഷ്ഠികൾ കാട്ടുകയും സ്ഥലം വിടുകയും ചെയ്തു. ഈ കാഴ്ച എന്നെ അത്ഭുതപ്പെടുത്തി. ഞാൻ, അബ്ബാസ്, എന്തോ സംഭവിക്കാൻ പോകുന്നു. അതിൻ്റെ നാന്ദിയാണിതെന്ന് തോന്നുന്നു. അബ്ബാസ്, അതെ. നിങ്ങൾക്കറിയാമോ ആ യുവാവും കുട്ടിയും സ്ത്രീയും ആരാണെന്ന്? ഞാൻ, ഇല്ല. അബ്ബാസ്, ആ യുവാവ് എൻ്റെ സഹോദരൻ അബ്ദുള്ളയുടെ പുത്രൻ മുഹമ്മദാണ്. അബൂ ത്വാലിബിൻ്റെ പുത്രൻ അലിയാണ് ആ ബാലൻ. മുഹമ്മദിൻ്റെ പത്നിയും ഖുവൈലിദിൻ്റെ മകളുമായ ഖദീജയാണോ സ്ത്രീ? ഞാൻ, അവർ അവിടെ എന്താണ് പ്രവർത്തിച്ചത്? അബ്ബാസ്, നമസ്കരിച്ചതാണ്. എൻ്റെ സഹോദരപുത്രൻ മുഹമ്മദിൻ്റെ അഭിപ്രായത്തിൽ അവൻ്റെ മതം ദൈവമതമാണ്. അവന് അള്ളാഹുവിൽ നിന്ന് വഹിയുണ്ടെന്ന് പറയുന്നു. അവൻ ദൈവകൽപ്പനയനുസരിച്ച് എന്തും പ്രവർത്തിക്കുകയുള്ളൂ. ഞാൻ അറിഞ്ഞിടത്തോളം ഭൂമുഖത്ത് ഇവർ 3 പേരല്ലാതെ മറ്റാരും ഈ മതത്തെ പിന്തുടർന്നില്ല. ഇത് കേട്ട നിമിഷം 4മനായാൽ കൊള്ളാമെന്ന് ഞാൻ ആശിച്ചു. മലഞ്ചെരുവിൽ. നബിയുടെ കുടുംബമായ ബനു ഹാഷിംകാരോടും ബനു മുത്തലിബുകാരോടും ഖുറൈശികൾ നിസ്സഹകരണം പ്രഖ്യാപിച്ചു. കുടുംബപരമായ പക്ഷപാതത്തിൻ്റെ പേരിൽ അവർ നബിയെ സഹായിച്ചിരുന്നു. ബനു ഹാഷിം ബനു മുത്തലിബ് കുടുംബക്കാരുമായി വിവാഹബന്ധം സ്ഥാപിക്കരുത്. അവരെ സഹായിക്കുകയോ
ഭക്ഷണപാനീയങ്ങൾ നൽകുകയോ അരുത്. ഇപ്രകാരമൊരു നിസ്സഹകരണ ഉടമ്പടി ഖുറൈശി തലവന്മാർ കഅബയിൽ കെട്ടിത്തൂക്കി. ഖുറൈശികളുടെ അക്രമപരമായ ഈ നിസ്സഹകരണ പ്രഖ്യാപനത്തെ തുടർന്ന് അബൂ ത്വാലിബും നബിയെയും കുടുംബാംഗങ്ങളെയും കൂട്ടി ഷിഅബ് അബീ ത്വാലിബ് എന്നറിയപ്പെടുന്ന മലഞ്ചെരുവിൽ അഭയം തേടി. ഖദീജയും അക്കൂട്ടത്തിലുണ്ടായിരുന്നു. 3 കൊല്ലക്കാലം ഈ മലഞ്ചെരുവിൽ അവർ പട്ടിണിയാൽ കഷ്ടപ്പെട്ടു. വിശപ്പിൻ്റെ കാഠിന്യം സഹിക്കാതെ പച്ചിലകളും മറ്റും തിന്നു. വിശന്നുവാടിയ പിഞ്ചുകുട്ടികളുടെ നിലവിളി ഹൃദയഭേദകമായിരുന്നു. പക്ഷേ കഠിനഹൃദയരായ ഖുറൈശികൾ ഇതൊക്കെ കണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ചെയ്തത്. ഖദീജയുടെ അടുത്ത ബന്ധുവായ ഹക്കീം ഇബ്നു ഹിഷാം ചിലപ്പോൾ ഭക്ഷണം എത്തിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഖുറൈശികൾ അത് സമ്മതിച്ചിരുന്നില്ല. ഒടുവിൽ ഖുറൈശികളിൽപ്പെട്ട ചില യുവാക്കൾക്ക് ദയ തോന്നി മുന്നോട്ട് വരികയും നിസ്സഹകരണം പ്രഖ്യാപനം പിൻവലിക്കാൻ നേതാക്കളെ നിർബന്ധിക്കുകയും ചെയ്തു. അപ്പോഴേക്കും ഉടമ്പടി പത്രം ചിതൽ നശിപ്പിച്ചിരുന്നു. മലയോരവാസകാലത്ത് തിരുമേനിയും ഖദീജയും പുത്രിമാരും അനുഭവിച്ച യാതന വർണ്ണനാതീതമാണ്. ഇസ്ലാമിനും തിരുമേനിക്കും ഖദീജ ചെയ്ത മഹത്തായ ത്യാഗങ്ങളുടെയും സേവനങ്ങളുടെയും പ്രതിഫലമെന്ന നിലയ്ക്ക് അള്ളാഹു അവർക്ക് സ്വർഗത്തിൽ ഉന്നത പദവി വാഗ്ദാനം ചെയ്തു. സമുദായത്തിലെ സ്ത്രീകളിൽ വെച്ചേറ്റവും ശ്രേഷ്ഠയാണ് ഖദീജയെന്ന് നബി അരുൾ ചെയ്തു. ദുഃഖവത്സരം. ഖുറൈശികൾ നിസ്സഹകരണ നയം ഉപേക്ഷിക്കുകയും ഷിഅബ് അബീ ത്വാലിബ് താഴ്വരയിലെ ക്ലേശം നിറഞ്ഞ ജീവിതത്തിൽ നിന്ന് നബിക്കും കുടുംബത്തിനും മോചനം സിദ്ധിക്കുകയും ചെയ്തു. ഏറെ കഴിയുന്നതിനു മുമ്പ് സത്യവിശ്വാസികളുടെ മാതാവും നബിയുടെ പ്രിയപത്നിയുമായ ഖദീജ എന്നേക്കുമായി ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. നുബുവത്ത് 10-ാം വർഷം റമദാൻ മാസത്തിലായിരുന്നു ആ വേർപാട്. മരിക്കുമ്പോൾ അവർക്ക് 65 വയസ്സായിരുന്നു. 25 വർഷത്തോളം നബിയുടെ പത്നിയായി ഖദീജ ജീവിച്ചു. ഇത്ര ദീർഘകാലം നബിയോടൊപ്പം ജീവിക്കാനുള്ള ഭാഗ്യം പ്രവാചക പത്നിമാരിൽ മറ്റാർക്കും സിദ്ധിച്ചിട്ടില്ല. ഖദീജയുടെ നിര്യാണം നബിയെ അത്യന്തം ദുഃഖാകുലനാക്കി. ഖദീജ അവിടുത്തെ താങ്ങും തണലുമായിരുന്നു. ഏറ്റവും വിഷമം പിടിച്ച ഘട്ടത്തിലായിരുന്നു ആ തണൽ നീങ്ങിയത്. ഖദീജയും അബൂ ത്വാലിബും അടുത്തടുത്ത ദിവസങ്ങളിലായി മരിച്ചു. അതോടെ ശത്രുക്കളുടെ ഉപദ്രവം പൂർവാധിക്യം വർദ്ധിക്കുകയും ചെയ്തു. ഒരിക്കൽ ഒരു ദുഷ്ടൻ നബിയുടെ തലമുടിയിൽ ചെളി വാരിയിടുകയും അദ്ദേഹത്തെ ദ്രോഹിക്കുകയും ചെയ്തു. നബി വീട്ടിൽ ചെന്നപ്പോൾ പുത്രിമാരിലൊരാൾ എതിരേൽക്കവേ കണ്ട കാഴ്ച വേദനാജനകമായിരുന്നു. പ്രിയ പിതാവിൻ്റെ തലമുടിയാകെ ചെളി. മാതാവ് മരിച്ച ദുഃഖം തന്നെ വിട്ടുമാറിയിരുന്നില്ല. ഈ ദയനീയ കാഴ്ച കൂടി കണ്ടപ്പോൾ സ്നേഹസമ്പന്നനായ ആ മകൾ വാവിട്ടുകരഞ്ഞു. ഓമനപുത്രിയെ സമാശ്വസിപ്പിച്ച് നബി പറഞ്ഞു, പ്രിയപുത്രി, കരയരുത്, അള്ളാഹു നിന്റെ പിതാവിനെ രക്ഷിക്കും. ഖദീജയും അബൂ ത്വാലിബും ഇഹലോകവാസം വെടിഞ്ഞ വർഷത്തെ നബി ദുഃഖവർഷമെന്ന് വിളിച്ചു.